നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ കോളുകളെല്ലാം വരുന്നതെല്ലാം ബുദ്ധിമുട്ടാകുന്നുണ്ടോ? അല്ലെങ്കിൽ കോളുകൾ കറക്റ്റായി കണക്റ്റ് ആകുന്നില്ലേ? പലരും നിങ്ങളെ വിളിച്ച് കിട്ടുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യമെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ എന്തെല്ലാമാണ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇത് ഏജ്ഡ് ആയ ആളുകൾക്കെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുന്നത് കൊണ്ട് ഡീറ്റെയിൽ ആയി ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ മൊബൈലിൽ ഇതുപോലെ താഴേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് കൺട്രോൾ സെൻറ്റർ എല്ലാം കിട്ടുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഫ്ലൈറ്റ് മോഡ് എന്നത് ഇത് ഓണായിട്ടാണോ ഇരിക്കുന്നത്. ഇത്തരത്തിൽ ഇത് ഓണായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്തു വയ്ക്കുക. കാരണം ഈ ഫ്ലൈറ്റ് മോഡിൽ ഇടുകയാണെങ്കിൽ നമുക്ക് കോളൊന്നും വരില്ല. അറിയാതെ നമ്മുടെ കൈയെല്ലാം തട്ടി ഇത് ഫ്ലൈറ്റ് മോഡിലാണോ വന്നിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അതുപോലെ ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് താഴെ ഇവിടെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഈ ഒരു കാര്യം ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇതും ഇതുപോലെ നമ്മുടെ കൈയെല്ലാം തട്ടി ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഓണായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോളെല്ലാം വരുമ്പോൾ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകും. അതിനാൽ തന്നെ ഈ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന ഓപ്ഷൻ ഇത് ഓണായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് ഇത് ഓഫ് ചെയ്ത് വെക്കുക. ഇനി അടുത്തൊരു കാര്യം, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫോണിലെ ഡയലർ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം *#002# എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കോൾ ചെയ്യുക. അതായത് കോൾ ഫോർവേഡിംഗ് എല്ലാം ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫോണിൽ നിന്നും വരുന്ന കോളുകൾ മറ്റൊരു ഫോണിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇങ്ങനെ കോൾ ഫോർവേഡിംഗ് എല്ലാം ഉണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കണം. ഇനി അടുത്തൊരു കാര്യം, ഇത് നമ്മുടെ ഡയലർ ഓപ്പൺ ചെയ്ത് ഇവിടെ ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് സെറ്റിംഗ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബ്ലോക്ക് നമ്പേഴ്സ് എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നിങ്ങൾ ആരുടെയെങ്കിലും നമ്പറെല്ലാം ബ്ലോക്ക് ആക്കി വച്ചിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കോളൊന്നും കണക്റ്റ് ആകില്ല. ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്ത നമ്പർ ഇവിടെ നിന്നും നിങ്ങൾക്ക് അൺബ്ലോക്ക് ചെയ്യാനും സാധിക്കും. നിലവിൽ ഞാൻ ഇവിടെ ആരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതുപോലെ ഇതിനു മുകളിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലോക്ക് കോൾസ് ഫ്രം അൺനോൺ നമ്പേഴ്സ് എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ സേവ് ചെയ്യാത്ത അല്ലെങ്കിൽ അൺനോൺ നമ്പറിൽ നിന്നും വരുന്ന കോളുകളെല്ലാം ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇത് ഇതുപോലെ ഓൺ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇതും ഓഫ് ചെയ്തു വയ്ക്കുക. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നിങ്ങൾക്ക് ഇങ്ങനെ കോളിൻ്റെ ഇഷ്യൂ എല്ലാം ഉണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ഏറ്റവും താഴെ വന്ന് അബൌട്ട് ഫോൺ എന്നതിൽ പോയതിനു ശേഷം ഇവിടെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് കൊടുത്ത് ഏറ്റവും പുതിയ ഏതെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ചില ഗ്ലിച്ചസ് അതുപോലെ ഇങ്ങനെ ചില പ്രശ്നങ്ങളെല്ലാം ഉള്ളതെല്ലാം പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ കോൾ സംബന്ധമായ നെറ്റ്വർക്ക് സംബന്ധമായ ഇഷ്യൂസ് എല്ലാം ക്ലിയർ ചെയ്യാൻ ഈ ഒരു ഫോൺ എല്ലായ്പ്പോഴും ഇത്തരത്തിൽ അപ്ഡേറ്റഡ് ആയിരിക്കുന്നത് ഗുണം ചെയ്യും. അതിനാൽ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനി അടുത്ത ഒരു കാര്യം, ഇത് നമ്മുടെ സെറ്റിംഗ്സിൽ പോയാൽ ഇവിടെ ജനറൽ മാനേജ്മെന്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് റീസെറ്റ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ റീസെറ്റ് മൊബൈൽ നെറ്റ്വർക്ക് സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം റീസെറ്റ് സെറ്റിംഗ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൊബൈലും നെറ്റ്വർക്കും തമ്മിലുള്ള എന്തെങ്കിലും ഗ്ലിച്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ നെറ്റ്വർക്ക് ഈ ഒരു റീസെറ്റ് ചെയ്യുന്നത് ഗുണം ചെയ്യും. ഇനി ഏറ്റവും ഫൈനലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ മൊബൈൽ ഇതുപോലെ ഒന്ന് ടേൺ ഓഫ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കോൾ ഒന്നും കണക്റ്റ് ആകാത്ത ഇഷ്യൂ എല്ലാം തന്നെ പരിഹരിക്കാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സേവ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.